ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കട്ടോ. നമുക്കറിയാം ഇന്ത്യൻ ഭൂപ്രകൃതിയെ അതിന്റെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, അതുപോലെ തീരസമതലങ്ങളും ദ്വീപുകളും. ഇതില് ഉത്തരപർവ്വത മേഖലയും അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകളെ കുറിച്ചും അതുപോലെ അതിലൂടെ ഒഴുകുന്ന നദികള്, അവിടുത്തെ കാലാവസ്ഥ, മണ്ണിനങ്ങള്, അതുപോലെ നൈസർഗിക സസ്യജന്തുജാലങ്ങൾ ഇവയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ 3ാമത്തെ ചാപ്റ്റർ ആണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് സൂചികയിൽ പറയുന്നത്? പർവ്വതനിരയും പീഠഭൂമിയും അല്ലെ. അപ്പൊ ഇന്ത്യയിലെ പർവ്വത നിരകളും അതുപോലെ പീഠഭൂമിയാണ് ഈ ഒരു ചാപ്റ്ററിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രൗൺ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പർവ്വത നിരകൾ കേട്ടോ. പർവ്വത നിരകൾ ഏതൊക്കെ പർവ്വത നിരകളാണ് ഇവിടെ തന്നിട്ടുള്ളത്? അരാവലി. ഓക്കെ, ആരവല്ലി എന്നായിരുന്നു ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അരാവലി എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അരാവലി പർവ്വതനിര, അതുപോലെ വിന്ധ്യ സത്പുര പർവ്വതനിരകൾ, കൈമൂർ കുന്നുകൾ, രാജ്മഹൽ കുന്നുകൾ, അതുപോലെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും, അതുപോലെ മഹാദിയോ മൈക്കല പർവ്വതനിരകൾ. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ കേട്ടോ. ഇനി പീഠഭൂമിയാണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഭാഗമാണ് പീഠഭൂമി കേട്ടോ. ഇത്രയും ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തിനെ? നമുക്കറിയാം പീഠഭൂമികൾ ട്ടോ. അപ്പൊ പീഠഭൂമികൾ എന്ന് വിളിക്കുന്നത് 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആയം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. അപ്പൊ ലോകത്തിന് ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ. അപ്പൊ എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഭൂഭാഗങ്ങളിൽ ഒന്നാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, അപ്പൊ പീഠഭൂമി എന്നാൽ എന്താണ്? ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. അപ്പൊ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ. അപ്പൊ പീഠഭൂമികളെ പൊതുവായിട്ട് ഇങ്ങനെ മൂന്നായിട്ട് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാണ് കേട്ടോ. അപ്പൊ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികളുണ്ട്, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളുണ്ട്, വൻകര പീഠഭൂമികൾ. ഇനി ഇന്ത്യയിലെ പീഠഭൂമികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു മാപ്പ് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സൂചിക നോക്കട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? നദികൾ കൊടുത്തിട്ടുണ്ട്, പർവ്വത നിരകള്, അതുപോലെ 300 മുതൽ 600 മീറ്റർ വരെയുള്ള ഉയരമുള്ള പ്രദേശങ്ങൾ, 0 മുതൽ 300 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ, പിന്നെ 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് പീഠഭൂമിയിലെ. ഇനി 900 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഉത്തരപർവ്വത മേഖല അല്ലെ. ഏറ്റവും വടക്കായിട്ട്, ഇന്ത്യയുടെ ഏറ്റവും വടക്കായിട്ട് ഉത്തരപർവ്വത മേഖല ഉള്ളത്. അതിന്റെ തൊട്ട് തെക്കായിട്ട് ഉത്തരേന്ത്യൻ സമതലം, അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി കാണാൻ പറ്റുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇതിലെ പീഠഭൂമികൾ കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാം ഈ ഒരു എന്താണ് ഇങ്ങനെ ക്രോസ്ഡ് ലൈനാണ് എന്ത്? പീഠഭൂമികളെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? ചോട്ടാങ് നാഗ്പൂർ പീഠഭൂമി അല്ലെ. ചോട്ടാങ് നാഗ്പൂർ പീഠഭൂമി ഉണ്ട്. അതുപോലെ ഇവിടെ എന്താണ്? മാൾവ പീഠഭൂമി, പിന്നെ ഡെക്കാൻ പീഠഭൂമി. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓരോന്നിന്റെയും സ്ഥാനവും എവിടെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പഠിക്കട്ടോ. മാപ്പ് നോക്കി തന്നെ പഠിക്കാം. ഓക്കെ,
അപ്പൊ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും. ഈ ഒരു മാപ്പ് നോക്കിക്കേ, പടിഞ്ഞാറ് പശ്ചിമഘട്ടം, പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ അടുത്തായിട്ടാണ് നമുക്ക് പശ്ചിമഘട്ടം കാണാൻ പറ്റുന്നത് അല്ലെ. പിന്നെ കിഴക്കൻ തീര സമതലത്തിനോട് അടുത്തായിട്ടാണ് പൂർവ്വഘട്ടം. ഓക്കെ, ഇത് രണ്ടും അരികുകളായുള്ള എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ ഇങ്ങനെ വരൂ അല്ലെ. രണ്ടും അരികുകളായുള്ള വിശാലമായ ഭൂപ്രദേശമാണെന്ത്, പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, പൂർവാരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരപർവ്വത മേഖല, അത് കഴിഞ്ഞ് അതിന്റെ തെക്കായിട്ട് ഉത്തരേന്ത്യൻ സമതലം, അതിന്റെ താഴായിട്ട് എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയും കാണാൻ പറ്റുന്നത്. അപ്പോ ഇന്ത്യയിലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പം മുകളിൽ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായില്ലേ, പൊതുവെ പീഠഭൂമികളെ മൂന്നായിട്ട് തിരിച്ചതാണ് കേട്ടോ. ഇവിടെ ഇന്ത്യയിലെ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടം. ഓക്കെ, അപ്പൊ ഡെക്കാൻ പീഠഭൂമി എന്താണ്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദേവ് കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മാപ്പിൽ തന്നെ നോക്കാം. ഡെക്കാൻ പീഠഭൂമി എന്ന് പഠിച്ചേ. ഇവിടെ നോക്കിക്കേ, പശ്ചിമഘട്ടത്തിനും അതുപോലെ പൂർവ്വഘട്ടത്തിനും ഇടയിലായുള്ള, ഓക്കെ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, ഇടയിലായി സത്പുര, മഹാദിയോ, മൈക്കല നിരകൾക്ക് തെക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ആകൃതിയിലാണ് എന്ത് കാണാൻ പറ്റുന്നത്, ഡെക്കാൻ പീഠഭൂമി കാണാൻ പറ്റുന്നത് കേട്ടോ. ഏകദേശം നമുക്കൊരു ത്രികോണാകൃതിയിലാണ് ഡെക്കാൻ പീഠഭൂമി വരുന്നത്. ഏകദേശം സ്ഥാനം ഒന്ന് പഠിക്കട്ടോ. ഏതൊക്കെ? സത്പുര, മഹാദിയോ, മൈക്കല നിരകൾക്കൊക്കെ തെക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. ഏതിന്റെ? പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും ഇടയിലായിട്ട്. ഓക്കെ, ഇനി തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് കേട്ടോ. തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ഡെക്കാൻ ഭൂമിയുടെ സ്ഥാനം നമ്മൾ കണ്ടു അല്ലെ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ് തുടങ്ങിയ പരൽരൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ് തുടങ്ങിയ പരൽരൂപ ശിലകൾ കൊണ്ടാണ് ഡെക്കാൻ പീഠഭൂമി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഏത് ഭാഗത്താണ്? വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ. വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് ബസാൾട്ട് എന്ന ലാവാശിലകൾ കൊണ്ട് നിർമ്മിതമായത്. ഈ മേഖലയെയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വടക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് ബസാൾട്ട് ലാവാശിലകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളത്. ആ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഈ ഒരു മാപ്പിൽ തന്നെ നോക്കാം. വടക്ക് പടിഞ്ഞാറ് ഭാഗം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് അല്ലെ. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത്, ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തെയാണ് എന്ത്, ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. അവിടുത്തെ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ് കേട്ടോ. അപ്പൊ കറുത്ത മണ്ണിനെ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നു. റിഗർ മണ്ണ് എന്ന പേരും എന്താണ്? കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ്. അപ്പൊ ഈ ഒരു മണ്ണിന് ഫലഭൂഷ്ടിയും ജലസംഭരണ ശേഷിയും ഉണ്ട് കേട്ടോ. ഫലഭൂഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനെ ഏതാണെന്ന് റിഗർ മണ്ണ് തരും, അല്ലെങ്കിൽ എന്താണ് കറുത്ത മണ്ണ് തരും കേട്ടോ. ഓക്കെ, കറുത്ത പരുത്തി, അതുകൊണ്ട് തന്നെ ഈ ഒരു കറുത്ത പരുത്തി മണ്ണ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. ഏതൊക്കെയാണ്? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ദൃശ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെ നമുക്കറിയാം അല്ലെ. കേരളത്തിന്റെ കിഴക്കു ഭാഗത്താണ് കേട്ടോ. അപ്പൊ നമ്മുടെ കാലാവസ്ഥയിലും ജൈവവൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സഹ്യപർവ്വത നിരക്ക് ഉള്ളത്. സഹ്യപർവ്വതത്തിന്റെ ഒരു ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ.
അപ്പൊ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായിട്ടുള്ള പേര്. ഓക്കെ. പശ്ചിമഘട്ടം എന്നാണ് പൊതുവായിട്ടുള്ള പേര്. എവിടം മുതൽ എവിടം വരെയാണ്? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് ഈ ഒരു വ്യാപിച്ചു കിടക്കുന്നത്, സഹ്യപർവ്വതം അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിര വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പശ്ചിമഘട്ടമാണെന്നല്ലേ, അല്ലെ സഹ്യപർവ്വതം. അപ്പൊ വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഇത് ശ്രദ്ധിക്കണേ. വടക്കു നിന്നും തെക്കോട്ട്, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നോറും ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം കൊടുത്തിട്ടുണ്ട് 2695 മീറ്റർ. 2695 ആണ് ആനമുടിയുടെ ഉയരം. ഇത് ഏത് പർവ്വതത്തിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. അപ്പൊ കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ കർണാടകം, തമിഴ്നാട് ഭാഗത്തേക്ക് എത്തുമ്പോൾ നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ്. ഇത് ചോദിക്കട്ടോ. അപ്പൊ തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെടുന്ന ദോഡാബേട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ്. അപ്പൊ ഒരു കൊടുമുടി നമ്മൾ പറഞ്ഞു, ആനമുടി നമ്മൾ പറഞ്ഞില്ലേ. രണ്ടാമത്തെ നീളം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചത് ദോഡാബേട്ട ആണ്. ദോഡാബേട്ട, അതിന്റെ ഉയരം 2637 ആണ് കേട്ടോ. 2637 മീറ്റർ ആണ്. ഇത് എന്താണ്? ഈ ഒരു നീലഗിരി അല്ലെങ്കിൽ സഹ്യാദ്രി പർവ്വതത്തിലുള്ള മറ്റൊരു കൊടുമുടിയാണ്. അപ്പൊ ഇത് എവിടാണ്? തമിഴ്നാട്ടിലെ നീലഗിരി നിരയിലാണ് കാണപ്പെടുന്നത് കേട്ടോ, ദോഡാബേട്ട. ഇനി ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിൽ ഏറെയും പിറവി കൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയിലെ നദികൾ, ഉപദ്വീപീയ ഇന്ത്യയിലെ നദികൾ ഉപദ്വീപീയ നദികളൊക്കെ പിറവി കൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഏതൊക്കെയാണ് ഇവിടെ? നല്ലമല, പൽക്കൊണ്ടമല, ജാവടി. ഈ കുന്നുകളൊക്കെ എവിടാണ്? പൂർവ്വഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇത് കുന്നുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടത്തിലാണ്. ഇനി ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ ആകെ നീളം ട്ടോ. അപ്പൊ നമ്മൾ പശ്ചിമഘട്ടം പറഞ്ഞപ്പോ എത്രയായിരുന്നു പറഞ്ഞത്? 1600 കിലോമീറ്റർ ആണല്ലേ. എന്നാൽ പൂർവ്വഘട്ടത്തിന്റെ നീളം എത്രയാണ്? 800 കിലോമീറ്റർ ആണ് ട്ടോ. അതായത് താരതമ്യേന ഉയരം നീളം കുറവാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത് ട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത്. ഓരോന്നും എവിടം മുതൽ എവിടം വരെ? ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് പൂർവ്വഘട്ടം ഉള്ളത് കേട്ടോ. എവിടായിരുന്നു പശ്ചിമഘട്ടം ഉള്ളത്? ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ടം. ഓക്കെ. അപ്പൊ രണ്ടും കൂടെ ഈ ഒരു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എവിടെയാണ് സംഗമിക്കുന്നത്? തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലാണ്. ഇനി നമുക്ക് മധ്യ ഉന്നത തടം എന്താണെന്ന് നോക്കാം. മധ്യ ഉന്നത തടം. അപ്പൊ ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും രണ്ടായിട്ടായിരുന്നു പീഠഭൂമിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തതാണ് മധ്യ ഉന്നത തടം. അപ്പൊ സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പ്രദേശമാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അപ്പൊ സത്പുര പർവ്വതനിരയ്ക്ക് വടക്കായിട്ടാണ് കാണുന്നത്. അപ്പൊ മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് അരാവലി പർവ്വതമാണ്. ഓക്കെ. അപ്പം നമ്മുടെ മധ്യ ഉന്നതതടത്തിന്റെ മറ്റൊരു പേരാണ് മാൾവ പീഠഭൂമി ട്ടോ. മാൾവ പീഠഭൂമി. ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് അരാവലി പർവ്വതമാണ് ട്ടോ. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര. ഓക്കെ. അരാവലി നിര ഒരു അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ട്ടോ. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു അരാവലി നിരയിലാണ്.
മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബുവാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. മധ്യ ഉന്നത തടം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ പീഠഭൂമിയെ അതിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും അല്ലെ. അപ്പൊ ഡെക്കാൻ പീഠഭൂമി നമ്മൾ മുകളിൽ പഠിച്ചു. ഇനി മധ്യ ഉന്നത തടാണ്. മധ്യ ഉന്നത തടത്തിന്റെ മറ്റൊരു പേരാണെന്ത്? മാൾവ പീഠഭൂമി. അപ്പൊ ഇത് സത്പുര പർവ്വത നിരക്ക് വടക്കാണ് ട്ടോ. അപ്പൊ നമ്മൾ ഡെക്കാൻ പീഠഭൂമി പറഞ്ഞപ്പോ സത്പുര പർവ്വതക്ക് തെക്കുള്ള പ്രദേശം എന്ന് പറഞ്ഞു. എന്നാൽ മാൾവ പീഠഭൂമി സത്പുര പർവ്വത നിരക്ക് വടക്കാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പടിഞ്ഞാറേ അരിക് അരാവലി പർവ്വതമാണ്. അപ്പൊ അരാവലി പർവ്വതത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. അരാവലി പർവ്വതം എന്താണ്? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞു. എന്താണ് അവശിഷ്ട പർവ്വതം എന്നൊക്കെ നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹിമാലയം പർവ്വത നിരയെ കുറിച്ച് പഠിച്ചപ്പോ. അപ്പൊ പ്രധാന മലയോര ഇനി ഈ ഒരു അരാവലി നിരയിലാണ് എന്ത് കാണപ്പെടുന്നത്? അവിടുത്തെ പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് അരാവലി നിരയിലാണ്. അപ്പൊ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ് കേട്ടോ. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരാവലി പർവ്വത നിരയിലാണ്. അപ്പൊ അരാവലി പർവ്വതം ഒരു അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്. ഓരോന്നും കണക്ട് ചെയ്ത് പഠിക്കട്ടോ. എന്നീ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പൊ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അല്ലെ. ഇത് രാജ്മാൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മാപ്പിൽ നോക്കാം. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ സ്ഥാനം ഒന്ന് നോക്കാം. ഇവിടെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി രാജ്മാൽ കുന്നുകളിലെ രാജ്മാൽ കുന്നുകൾക്ക് തെക്ക് താഴെ ആയിട്ടാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉള്ളത്. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇത് എന്താണ്? ധാതുക്കളുടെ കലവറയാണെന്നാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ ധാതുക്കളുണ്ട്? അലോഹ ധാതുക്കളും ലോഹ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അലോഹ ധാതുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെയാണ്? ചുണ്ണാമ്പുകല്ലും കൽക്കരിയുമാണ് അലോഹ ധാതുക്കള്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ഇവിടെ എന്താണ്? ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെ സമ്പന്നമാക്കുന്നുണ്ട്. ഓക്കെ. ഇനി നീലഗിരി കുന്നുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. ഓക്കെ. അപ്പൊ തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവ. ഏതൊക്കെയാണ്? ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവ എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി. ഓക്കെ. ഊട്ടിയെ കുന്നുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. അത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്ത പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. അപ്പൊ ജൈവവൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഏതാണ്? നീലഗിരിയാണ് കേട്ടോ. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം. അപ്പൊ നമ്മൾ പീഠഭൂമി എവിടെയാണ്, അതിന്റെ സ്ഥാനം എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അവിടുത്തെ കാലാവസ്ഥാ വൈവിധ്യത്തെ കുറിച്ചാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇമ്പോർട്ടന്റ് ആണ്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. എന്നാൽ താപനിലയിലും മഴയിലൊക്കെ എന്താണ് സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ ആ സവിശേഷത ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരയുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
അപ്പൊ പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരീരതാപം 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. അപ്പൊ മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ താപനില കുറയും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. ഓക്കെ. അപ്പൊ അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നെയ്സ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്കുകിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. അപ്പൊ ഗുജറാത്തിലെ കച്ച്, കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇതൊക്കെ ഓരോ കാരണം കൊണ്ട് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേറിട്ട് പോയതാണെന്നാണ് പറയുന്നത്. ഓക്കെ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വൻതോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ എന്താണ് വായു ഈർപ്പരഹിതമായതിനാല് കിഴക്കേ ചരിവിൽ എന്താണ് മഴ വിരളമായിട്ട് മാത്രമേ അവിടെ മഴ ലഭിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് 50 സെന്റിമീറ്റർ താഴെയുള്ള മഴയൊക്കെയാണ് ഏകദേശം ലഭിക്കാറുള്ളത്. ഓക്കെ. പടിഞ്ഞാറ് പ്രദേശത്ത് 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായിരിക്കും കാരണം? നമുക്കറിയാം എന്താണ് നദി അല്ലെങ്കിൽ കടലിന്റെ ഒക്കെ സാമീപ്യാണ് അല്ലെ, സമുദ്ര സാമീപ്യം കൊണ്ടാണ്. മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ചോട്ടാനാമൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെ മഴനിഴൽ പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, എന്താണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കാം. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞത്? കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും മഴയായിട്ട് പെയ്തിറങ്ങുകയും ചെയ്യാണ്. എന്നാൽ ഇതേ പർവ്വതത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ നടക്കുന്നത്? കാറ്റിന് പ്രതിമുഖമായ വശമാണ് അല്ലെ, അവിടെ ഈർപ്പരഹിതമായ കാറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ബാഷ്പീകരണം സംഭവിച്ചു പോവുകയാണ്. മഴമേഘങ്ങൾ രൂപപ്പെടുന്നില്ല, മഴയും കുറവായിരിക്കും. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. അപ്പൊ പീഠഭൂമിയിൽ മഴ ലഭിക്കാറില്ല എന്നാണ് പറയുന്നത്. ഇനി ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഉപദ്വീപീയ നദികൾ. ഓക്കെ. അപ്പൊ നമ്മള് ഉത്തര മഹാസമുദ്രമൊക്കെ പഠിച്ചപ്പോൾ നമ്മള് എന്താണ് ഹിമാലയൻ നദികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ. അതുപോലെ ഉപദ്വീപീയ നദികളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ എന്താണ് ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം എന്നൊക്കെ പറഞ്ഞ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമുക്കറിയാം? ഉപദ്വീപീയ പീഠഭൂമി പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ തീരസമതലത്തിനടുത്ത് പശ്ചിമഘട്ടം, അതുപോലെ കിഴക്കൻ തീരസമതലത്തിനരികിലായിട്ട് എന്ത് പൂർവ്വഘട്ടം. ഓക്കെ.
ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി ഈ ഒരു ചരിവ് കാണാൻ പറ്റൂലേ, അതായത് ഈ ഒരു പശ്ചിമഘട്ടത്തിലുള്ള ആ ഒരു ഹൈറ്റ് പൂർവ്വഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഹൈറ്റ് ഇല്ല, ചരിഞ്ഞ് അതായത് വീതി വീതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അപ്പൊ ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് ഉയർന്ന ഭാഗം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം എന്താണ്? ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ്. എന്താണ് ജലവിഭാജകം എന്നൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകളും വരെ നീളുന്ന അരാവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, ഉപദ്വീപീയ നദികളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ. ഓക്കെ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ. ഇനി വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലവിഭാജകം അല്ലെ. അതുപോലെ 3 കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. വൃഷ്ടി പ്രദേശം, നീർത്തണം, ജലവിഭാജകം. എന്താ വൃഷ്ടി പ്രദേശം എന്ന് പറഞ്ഞാല് ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെയാണ് എന്ത് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. എന്നാൽ നീർത്തടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത്. എന്നാൽ ജലവിഭാജകം എന്താണ്? രണ്ട് നീർത്തടങ്ങളെ, ഓക്കെ, രണ്ട് നീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് നദികളും അതിന്റെ പോഷക നദികളും ചേർന്ന സ്ഥലമാണ് നീർത്തടം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം എന്ന് വിളിക്കുന്നത്. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം എന്ന പശ്ചിമഘട്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കാരണം? ഉപദ്വീപീയ നദികളെ തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? പശ്ചിമഘട്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറി മുറിച്ച് കിഴക്കു ദിശയിലേക്ക് ഒഴുകുന്നത് കേട്ടോ. ഒഴുകി കിഴക്കൻ തീര സമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ വന്നു ചേരുന്നത്. ഏതൊക്കെ നദികളാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉത്ഭവം, എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഇതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്, അതുപോലെ ഏത് സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് നദികൾ ഒഴുകുന്നത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഹാനദി റായ്പൂരിലെ സിഹാവ കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. അപ്പൊ മഹാനദി സിഹാവ കുന്നിൽ നിന്നാണ്. ഏതാ സംസ്ഥാനം? ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ റായ്പൂരിലെ സിഹാവ കുന്നിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. ഇബ്ബ് ടെല്ലൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇബ്ബ് ടെല്ല് ഇതിന്റെ പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് കേട്ടോ. നെക്സ്റ്റ് ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് കുന്നുകളിൽ നിന്നാണ്. നാസിക് കുന്നുകളിൽ നിന്നാണ്. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി ഇവ മൂന്നും എന്താണ്? ഗോദാവരിയുടെ പോഷക നദികളാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനി കൃഷ്ണാനദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ കൃഷ്ണ ഭഗവാൻ മഹാബലവാനാണെന്ന് ഓർക്കട്ടോ. അപ്പൊ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. അപ്പൊ തുംഗഭദ്ര, ഭീമ, കൊയ്ന ഇവ മൂന്ന് എന്താണ്? കൃഷ്ണാനദിയുടെ പോഷക നദികളാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇനി കാവേരി നദിയാണ്. കാവേരി നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കേട്ടോ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി ഇവ മൂന്നും എന്താണ്? കാവേരിയുടെ പോഷക നദികളാണ്. ഏതൊക്കെ സംസ്ഥാനമാണ്? കർണാടകം, തമിഴ്നാട്, കേരളം. അപ്പൊ കേരളത്തിലൂടെ നമുക്കറിയാം കബനിയും ഭവാനിയും ഒക്കെ ഒഴുകുന്നത് കേരളത്തിലൂടെയാണല്ലേ. അപ്പൊ കാവേരി, ബ്രഹ്മഗിരി കുന്ന്, കാവേരി, ബ്രഹ്മഗിരി. ഇനി ഇവിടെ ഓരോന്നും നമുക്ക് മാപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ മാപ്പ് തന്നെ? ഉപദ്വീപീയ നദികള്, ഹിമാലയൻ നദികള്, ഹിമാലയൻ നദികള്, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ നദികളാണ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്.
ഡാർക്ക് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഉപദ്വീപീയ നദികൾ. ഏതൊക്കെയാ? ലൂണി, ചമ്പൽ, സിന്ധ്, ബെദ്വ, കെൻ, സോൺ, സബർമതി, അതുപോലെ നർമ്മദ, താപ്തി, ഗോദാവരി, മഹാനദി, കൃഷ്ണ, തുംഗഭദ്ര, കാവേരി, ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികളാണ്. ഇനി ഇവിടെ ഗാഗ്ര, അതുപോലെ ബ്രഹ്മപുത്ര ഒക്കെ നമുക്കറിയാം എന്താണ്? ഹിമാലയൻ നദികളാണ് അല്ലെ. ഇനി ബാക്കി ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ട്ടോ. ഇത്രയും ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഇത്രയും ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇനി ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ട്ടോ. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. അപ്പൊ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോദാവരിയാണ് ട്ടോ. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത്. അപ്പൊ ഒന്നാം സ്ഥാനം ഗോദാവരി, രണ്ടാമത്തത് കൃഷ്ണ നദി, മൂന്നാമത്തത് കാവേരി നദി. ഇനി ഇവിടെ നോക്ക്, കാവേരി നദീജല തർക്കം അതിനെപ്പറ്റി പറയുന്നുണ്ട്. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതിൽ ബന്ധപ്പെട്ട് ദീർഘകാലമായിട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാറാണ് 1924 മദ്രാസ് പ്രസിഡൻസി കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാട് നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 220 TMC ജലം കർണാടകത്തിനും 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. ഓക്കെ, അപ്പൊ 1 TMC എന്ന് പറഞ്ഞാൽ 1000 ദശലക്ഷം ക്യൂബിക് അടി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചന ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. അപ്പൊ ഇപ്പോഴും ഈ ഒരു കാവേരി നദീജല തർക്കം എന്താണ് തീർന്നിട്ടില്ല കേട്ടോ, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണ സംസ്ഥാനങ്ങൾക്കിടയിലാണ് ട്ടോ. അപ്പൊ ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. അപ്പൊ വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നീരൊഴുക്ക് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഇനി ഇവിടെ വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം പറയുന്നത് കേട്ടോ. അപ്പം ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും അതുപോലെ വടക്കു കിഴക്കൻ മൺസൂൺ മഴയുമാണ് കാവേരി നദിയുടെ ജലലഭ്യതക്ക് കാരണം. നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാന്ന് നോക്കാം. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. എന്നാൽ നർമ്മദയും താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ തായ്വരകളും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നു. നർമ്മദാ താപ്തി നദികളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തത്. നർമ്മദയും താപ്തിയും നമ്മൾ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് അല്ലെ. അപ്പൊ ഉത്ഭവം അമർകണ്ഠ കുന്നുകളിൽ നിന്നാണ്. നർമ്മദ മധ്യപ്രദേശിലെ അമർകണ്ഠ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏതൊക്കെയാണ് പോഷക നദികൾ? ഹിരണും ബഞ്ചാറും. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി താപ്തി നദി മധ്യപ്രദേശിലെ മുൽത്തായ് തായ്വരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർന എന്നത് ഏതിന്റെ പോഷക നദികളാണ്? താപ്തിയുടെ പോഷക നദികളാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നർമ്മദയും താപ്തിയും പാരലൽ ആണ്, നമുക്കറിയാം അല്ലെ. ഇങ്ങനെ പാരലൽ ആയിട്ട് ഒഴുകുന്ന നദികളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് രണ്ടും ഒരേ സംസ്ഥാനങ്ങളിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരായി രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും ഒക്കെ കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും
മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ച് പുനർചിന്തനവും അതുപോലെ ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുനാ നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്ന് ചേരുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ചമ്പൽ, സോൺ, കെൻ, ബെത്വ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ചമ്പൽ, സോൺ, കെൻ, ബെത്വ. അപ്പൊ ഈ ഒരു നദികളെ ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ചമ്പൽ റിവൈനുകൾ എന്താണ്? മാൾവ പീഠഭൂമിയിലെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളും അവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത് കേട്ടോ. റവൈൻസ്. ഇപ്പൊ ജലസേചനം, ഊർജ്ജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലെ ചില പ്രധാന വിവിധോദ്ദേശീയ നദീതട പദ്ധതികളാണിത്. ഏതൊക്കെയാണ്? ഹിരാക്കുഡ്, തുംഗഭദ്ര, സർദാർ സരോവർ, കൃഷ്ണരാജ സാഗർ, നിസാം സാഗർ. ഹിരാക്കുഡ് നദി നമുക്കറിയാം മഹാനദിയിലാണ്, സംസ്ഥാനം ഒഡീഷയാണ്. തുംഗഭദ്ര നദിയോ? തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. തുംഗഭദ്ര കർണാടകം സംസ്ഥാനത്താണ്. ഇനി സർദാർ സരോവർ നർമ്മദ ഗുജറാത്തിലാണ്. കൃഷ്ണരാജ സാഗർ കാവേരിയിലാണ്, കർണാടകം. നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത്രയുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.